ഓക്കെ, പെർsuasion സ്കില്ല് നമ്മുടെ സെയിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ഒരു കാര്യമാണ്. പെർsuasion നമ്മളെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി അമ്മമാർ ഉപയോഗിക്കുന്നുണ്ട് പെർsuasion. ഇപ്പോൾ പെർsuasion സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവിൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല കമാൻഡ് ലാംഗ്വേജിലുണ്ട്. നമുക്ക് പെർsuading ടെക്നിക്സ് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് അവരെ കൊണ്ട് ആ പ്രോഡക്റ്റ് മേടിപ്പിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു പെർsuasion സ്കില്ല് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സെയിൽസിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നാണ് അത് ചോദിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, സോ ഫസ്റ്റ് യു നീഡ് ടു മാസ്റ്റർ ദ ലാംഗ്വേജ്. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഈ ലാംഗ്വേജ് നേരത്തെ ഒരാൾ ചോദിച്ചതുപോലെ നമ്മൾ പച്ചവെള്ളം പോലെ സംസാരിക്കാൻ പഠിക്കണം. ഫസ്റ്റ് നമ്മൾ പഠിക്കണം. ഓക്കെ, അതിനുശേഷം യു വാണ്ട് ടു ലേൺ persuading words, persuading patterns, persuading tone, persuading questions. ഇതാണ് അതിൻ്റെ സീക്രട്ട്. ഇപ്പോൾ ഒരു വൈഫ് ഹസ്ബൻഡിനോട് ചോദിക്കുവാണ്, വൈഫിന് ഇഷ്ടം ഹസ്ബൻഡ് ഷർട്ട് ഇടണമെന്ന് ഫംഗ്ഷന്. ഓക്കെ, വൈഫിന് ഇഷ്ടം ഹസ്ബൻഡ് ഷർട്ട് ഇടണം, ഹസ്ബൻഡ് ഇഷ്ടം കുർത്ത ഇടണമെന്ന്. അപ്പോൾ വൈഫ് ഒരു ചോദ്യം ഹസ്ബൻഡിനോട് ചോദിക്കുവാണ്, ക്യാൻ യു പ്ലീസ് വെയർ ഷർട്ട് ഫോർ മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും വരണം? നോ എന്ന് തന്നെ പറയും. ഓക്കെ, അപ്പം പെർsuasion ഇംഗ്ലീഷിൽ നമ്മളതങ്ങനെ ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് ഷർട്ട് ഡു യു വാണ്ട് മീ ടു അയൺ, റെഡ് ഓർ ഗ്രീൻ? ഇവിടെ ഇതിൽ നിന്ന് മോചിതനാവാൻ അയാൾക്ക് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ഞാൻ ഏത് ഷർട്ടാണ് ഇപ്പം അയൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഷർട്ടാണ് ഞാനിപ്പോൾ എടുത്തിടേണ്ടത്, ഏത് ഷർട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുർത്തേനെ കുറിച്ച് പറയുന്നില്ല. സിമ്പിൾ ഇംഗ്ലീഷ് കൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും? റെഡ് ഓർ ഗ്രീൻ. രണ്ടായാലും ഗ്രീൻ ആയാലും എന്താണ്? അത് ഷർട്ടാണ്. സോ ഇതൊരു ചെറിയൊരു പാറ്റേൺ ആണ്. ഇത് ഒരു വലിയൊരു സാഗരം പോലത്തെ ഒരു സയൻസാണ്. പക്ഷേ അതിൽ നമുക്ക് കുറേ വേർഡ്സ് ഉണ്ട്. ജസ്റ്റ് ഇമാജിൻ, ഇഫ്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പെർsuasion ചെയ്യുന്നത് ഇംഗ്ലീഷിൽ.